രാവിലെ ഈ ചുമരിലിങ്ങനെ ചാരിയിരുന്നുകൊണ്ട് കണ്ണടച്ച് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട പാട്ട് കേൾക്കാൻ എന്ത് സുഖമല്ലേ. അത് വെറുതെ കേട്ടിട്ട് കാര്യമൊന്നുമില്ല. അതിൻ്റെ വരികളിലൂടെയും ആശയങ്ങളിലൂടെയും ഒക്കെ ഇങ്ങനെ കണ്ണടച്ചുകൊണ്ട് കിടന്നു പോകണം. ഇപ്പോൾ കേട്ട പാട്ട് ഏതാണെന്നറിയോ? പ്രിയമുള്ള ഒരാളാരോ വരുവാനുണ്ടെന്ന് ഞാൻ വെറുതെ മോഹിക്കുമല്ലോ. അതാരാണ്? ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ. കുട്ടിക്കാലത്ത് ഓർമ്മയില്ലേ? പനിയും തലവേദനയൊക്കെ വന്ന് കണ്ണടച്ച് കിടക്കുമ്പോൾ അച്ഛനോ അമ്മയോ ഒന്നരികിൽ വന്നിരുന്നെങ്കിൽ എന്ന് മോഹിച്ചിരുന്നൊരു കാലം ഓർമ്മയില്ലേ? അന്ന് വിക്സോ അമൃതാഞ്ജനോ ഒക്കെ നെറ്റിയിലിങ്ങനെ പുരട്ടി തരുമ്പോൾ ഉണർന്ന് കിടക്കുമ്പോഴും ഉറങ്ങിയ പോലെ അഭിനയിച്ച് കിടന്നിരുന്ന കാലം ഓർമ്മയില്ലേ? കൈയെടുക്കുമ്പോൾ ആ കൈകളെ എടുക്കാൻ അനുവദിക്കാതെ ചേർത്ത് പിടിച്ചിരുന്നൊരു കാലം ഓർമ്മയില്ലേ? കണ്ണുകളിങ്ങനെ നിറഞ്ഞൊഴുകുന്നുണ്ടാവും. സങ്കടം കൊണ്ടല്ല, അത് ഇഷ്ടം കൊണ്ടാണ്. തളരുമ്പോൾ ചേർത്ത് പിടിക്കാൻ പ്രിയപ്പെട്ട ഒരാൾ അരികിലുണ്ടാവും എന്ന പ്രതീക്ഷയിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. അത് അമ്മയോ അച്ഛനോ ഭാര്യയോ ഭർത്താവോ മക്കളോ കൊച്ചുമക്കളോ കാമുകിയോ കാമുകനോ ആരും ആവട്ടെ, ഏത് വിഷമഘട്ടത്തിലും ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുടെ അരികിലിരുന്നുള്ള ആ ഒരു സ്പർശം എല്ലാവരും കൊതിക്കുന്നുണ്ട്. ഞാൻ കൊതിക്കുന്നുണ്ട് എന്നതുപോലെ അവരും കൊതിക്കുന്നുണ്ട് എന്ന ബോധം നമ്മുടെ ഉള്ളിലുണ്ടായാൽ മാത്രം മതി നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാവാൻ.